ഈ മന്ത്രിസഭയിലെ യൂത്ത് മന്ത്രി ഒ ജെ ജനീഷിനെ തന്നെയാണ് യുവജനക്ഷേമ കാര്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ കായികത്തിൻ്റെയും ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാ ഒരു പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ അതിങ്ങനെ പറയാറായിട്ടില്ല, പറയേണ്ട ഒരു സമയത്തിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ പിന്നെ നാളെ അല്ലെങ്കിൽ പിന്നെ ഓഫീസിൽ നിന്ന് അസൈൻ ചെയ്യണം. അതിനുശേഷമുള്ള മറ്റു കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വിശദമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ അറിയിക്കും. പ്രതീക്ഷിച്ചിരുന്ന 2 വകുപ്പുകളാണോ? ഏകദേശം ഒരു അറിയിപ്പുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു അറിയിപ്പുണ്ടായിരുന്നു. പ്രതീക്ഷിച്ച് തന്നെയാണ്. അതായത് ആളുകൾ ഒരുപാട്, പ്രത്യേകിച്ചും ഈ ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് ഗ്രൗണ്ടിലൊക്കെ ഇറങ്ങാൻ വലിയ പാടാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ വേറെ പല പരിപാടികളുമായിട്ട് പോകുന്ന ആളുകളാണ്. അപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെയൊക്കെ ഒരു അതിപ്രസരം നടക്കുന്ന കാലത്ത് അതിൽ നിന്നൊക്കെ ഈ കുട്ടികളെ ഒന്ന് വഴിമാറ്റി വിടാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സ്പോർട്സാണ്. അപ്പോൾ ആ വകുപ്പിൻ്റെ ചുമതല കിട്ടിയിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ഈ സ്പോർട്സും യുവജനക്ഷേമ വകുപ്പിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽപ്പെട്ടതാണ് ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച ഈ ഗ്രൗണ്ടുകളിൽ നിന്ന് കുട്ടികളൊക്കെ അകന്നുകൊണ്ടിരിക്കുന്നതിലൊരു മാറ്റം വരുത്തുക. അതുപോലെ തന്നെ ഈ ലഹരിയുടെ ഒരു വ്യാപനം, അതിൻ്റെ ഒരു ബോധവൽക്കരണം, മറ്റു കാര്യങ്ങൾ ഉൾപ്പെടെയൊക്കെ യഥാർത്ഥ ലഹരി അത് സ്പോർട്സാണ് എന്ന് അവരെ പുതിയ തലമുറയ്ക്ക് ഒരു അറിവ് കൊടുക്കുന്ന രീതിയിലേക്കുള്ളൊരു ക്യാമ്പയിനും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ വർഷം കേരളോത്സവം പോലും നടത്തിയില്ല. സംസ്ഥാന തലത്തിലെ കേരളോത്സവം പോലും നടത്തുന്നതിലൊക്കെ വലിയ വീഴ്ചയുണ്ടായി. അപ്പോൾ വകുപ്പിൻ്റെ പ്രവർത്തനത്തിലൊക്കെ വലിയ പോരായ്മകളുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ചെറിയ സമയം കൊണ്ട് അതുമായി ബന്ധപ്പെട്ട പല ബ്രീഫിംഗ് കാര്യങ്ങളൊക്കെ ലഭിക്കും നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ കുറേയേറെ കാര്യങ്ങൾ മാറ്റം വരുത്താനുണ്ട്. പിന്നെ സർക്കാരിൻ്റെതായ ഒരു പോളിസി മാറ്ററിലും ഒരുപാട് കഴിഞ്ഞ സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു വലിയ ചേഞ്ച് പ്രകടമാകുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ വരാനുണ്ട്. ഇപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് പുതിയ തലക്കെട്ടിൽ കൊണ്ടിട്ടൊരു കമൻറ്റ് അടിക്കുന്നില്ല. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വിഷയങ്ങൾ ഇതിനെ സംബന്ധിച്ചൊരു പഠനവും കാര്യങ്ങളൊക്കെ നടത്തി അതിൻ്റെ ശേഷമുള്ള ഒരു പ്രഖ്യാപനം കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകും. നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളെ പറയുന്നുള്ളൂ, അല്ലാതെ മെസ്സി വരും എന്നൊന്നും പറയുന്നില്ല അല്ലേ? അല്ല, ഒരു കാര്യം മനസ്സിലുള്ളത് അതിൻ്റെ തുടക്കത്തിലേ ഇപ്പോൾ പറഞ്ഞ് പിന്നെ അതിൻ്റെ ഇത് കളയണ്ട. അതിൻ്റെ ഒരു ഏകദേശ രൂപവും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും നമുക്കത് ഔട്ട് ചെയ്താൽ മതി എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ മെസ്സി വരും എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവസാനം അത് ന്യായീകരിക്കാൻ വേണ്ടി വേറെ പറഞ്ഞ് പിന്നെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വേറെ പറഞ്ഞ് അവസാനം പുള്ളി തന്നെ പോയി. അതുണ്ടായത്. ഈ 2 വകുപ്പിന് പുറമെ മ്യൂസിയത്തിൻ്റെ ഒക്കെ ചുമതലയുണ്ട്. അതെ ഉണ്ട്. അതെ, തൃശ്ശൂർ മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. എന്തിനായാലും വകുപ്പുകൾ മൊത്തത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്കുള്ളൊരു വകുപ്പുകളൊക്കെ തന്നെയാണ്. അതിനെ സംബന്ധിച്ച് കൂടുതലായിട്ടുള്ളൊരു പഠനവും കാര്യങ്ങളൊക്കെ ഒരു അവധാനതയോടുകൂടിയൊക്കെ നടത്തി ഇതിലൊക്കെ കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും കൂടി ഇടപെട്ട് എന്തിനായാലും ഒരു ചെറിയ മാറ്റം പ്രകടമാകുന്ന രീതിയിൽ തന്നെ അധികം വൈകാതെ നമുക്ക് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്തായാലും മെസ്സി വരുമെന്നൊക്കെ പറയുന്ന പോലത്തെ അമിത ആഗ്രഹങ്ങളൊക്കെ നൽകി ആളുകളെ ഇങ്ങനെ ആശിപ്പിച്ചിരുത്തി കഴിഞ്ഞ തവണത്തെ പോലെ പറ്റിക്കാതെ വളരെ മികച്ച രീതിയിൽ വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. നമ്മളിപ്പോഴേ എല്ലാം വിളിച്ച് പറഞ്ഞിട്ട് ഇതാവുണ്ടാവും, സസ്പെൻസ് ആയിട്ട് തന്നെ അങ്ങോട്ട് പോയിക്കോട്ടെ. കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വലിയ മാറ്റം ഉണ്ടാവും. ചെറുപ്പക്കാർക്കും യുവാക്കൾക്കൊക്കെ ആവേശകരമായ രീതിയിൽ തന്നെ സ്പോർട്സും യൂത്ത് കമ്മീഷനൊക്കെ മുന്നോട്ട് പോകും. ഓക്കെ.